ഇനി യുദ്ധത്തിന്റെ ആശങ്കയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. സമാധാന ചർച്ചകൾ നടന്നുവന്ന ട്രംപിന്റെ വാദം തള്ളിക്കളഞ്ഞത് പിന്നാലെ ഇസ്രായേലിലേക്ക് വ്യാപക ആക്രമണം നടത്തിയ ഇറാൻ ടെലവീവിൽ ഉൾപ്പെടെ കനത്ത നാശമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. വടക്കൻ ഇസ്രായേലിലേക്ക് ഹെസ്ബുള്ള ഗ്രൂപ്പിന്റെ റോക്കറ്റ് ആക്രമണവും ശക്തമാണ്. സംഘർഷം കടുത്തോടെ ക്രൂഡ് ഓയിൽ വില ഇന്നും 100 മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. അജയ് സുധാബിജു ചേർന്ന വിവരങ്ങളുമായി. അജയ്, വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നു. ഇസ്രായേലിലേക്ക് കടന്നാക്രമണം, നിരവധി വീടുകൾ തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ. ആളപായമുണ്ടോ, വലിയ നാശനഷ്ടമുണ്ടോ, എന്താണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? ടോം, നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും മധ്യ ഇസ്രായേലിലും അതുപോലെ തന്നെ മുൻപ് ആക്രമണം നടന്ന തെക്കൻ ഇസ്രായേലിലേക്കുമായിരുന്നു ഇറാന്റെ പുതിയ ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ നടന്നിട്ടുള്ള അരാദ എന്ന് പറയുന്ന നഗരത്തിൽ ഉൾപ്പെടെ നിലവിലും ഇന്നും ആക്രമണം നടന്നിട്ടുണ്ട്. ടെല്ലവീവിലാണ് പ്രധാനമായിട്ടും ആക്രമണങ്ങൾ നടന്നത്. ഇസ്രായേലിന്റെ തലസ്ഥാനമാണ്, ജനസാന്ദ്രത ഏറെയുള്ള മേഖലയാണ്. ഇവിടെ ഉൾപ്പെടെ ഈ ആക്രമണം നടന്നു എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നെഞ്ചെടുപ്പ് അത് ഒന്നുകൂടി കൂട്ടിയിട്ടുണ്ട്. ടെല്ലവീവിലെ 4 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നിലവിലെ ആക്രമണങ്ങൾ നടന്നത്. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, നിരവധി വാഹനങ്ങളും തകർന്നിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. എന്നാലും പ്രാഥമിക ഘട്ടത്തിൽ 6 പേർക്ക് പരിക്കേറ്റ വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ അവിടെയുള്ള ഇസ്രായേൽ പ്രതിരോധ സേന ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം അത് കൂടുതൽ സജീവമാക്കിയിരിക്കുകയാണ്. പോലീസ് ഉൾപ്പെടെ വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന്റെ തെക്കൻ മേഖലകളിലേക്ക് 2 ദിവസം മുൻപേ ഇറാന്റെ ആക്രമണം ഉണ്ടായ സമയത്ത് ഇസ്രായേൽ ഈ പൊതുസമ്മേളനങ്ങൾ ഉൾപ്പെടെ നിരോധിച്ചിരുന്നു. സ്കൂളുകളിലെ ക്ലാസുകൾ ഉൾപ്പെടെ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. അതുകൊണ്ട് തന്നെ അധികം ജനങ്ങൾ ഈ പുറത്തുണ്ടായിരുന്ന സമയത്തല്ലായിരുന്നു ആക്രമണം നടന്നത് എന്നതാണ് ഒരു ആശ്വാസജനകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. നിരവധി ജനങ്ങൾ, ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ബങ്കറുകൾക്കുള്ളിൽ തന്നെയാണ് തുടരുന്നത് എന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള ഒരു വിവരങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ വടക്കൻ ഇസ്രായേലിലും നിലവിൽ ആക്രമണങ്ങൾ രൂക്ഷമാണ്. എന്നാൽ ഇതുള്ളത് ഇറാന്റെ ഭാഗത്ത് നിന്നല്ല, ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നാണ് ഈ വടക്കൻ ഇസ്രായേലിലെ ആക്രമണമുള്ളത്. റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ച് ഇപ്പോഴും അവിടെ സജീവമായി ആക്രമണങ്ങൾ തുടരുന്നു എന്നാണ് വിവരമുള്ളത്. ഇതിനെതിരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടിയും ശക്തമാണ്. ലെബനന്റെ തെക്കൻ മേഖലകളിൽ നിന്ന് ഉടൻ തന്നെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ ഒരു പാലം ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ നിലവിലുള്ള ആക്രമണം നടത്തുന്നത്. അതായത് ഈ തെക്കൻ ലെബനനെയും വടക്കൻ ലെബനനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് തകർത്തത്. ഇതോടെ ലെബനന്റെ ഔദ്യോഗിക സേനയ്ക്ക് തെക്കൻ മേഖലകളിലേക്ക് കടന്നു വരാനുള്ള ഒരു ബന്ധം ഇതോടെ വിച്ഛേദിക്കപ്പെടുകയാണ്. ഇതിലൂടെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനാണ് ഇസ്രായേലിന്റെ ഒരു ശ്രമമെന്ന് പറയുന്നത്. ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് തിരിച്ചടിയും ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട്. ടെഹ്റാനിൽ ഉൾപ്പെടെ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ടെഹ്റാനിലും നിരവധി നഗരങ്ങളിലും ഇറാൻ ഉള്ളിലും ആക്രമണങ്ങളുണ്ട്. 6 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. ലെബനനിൽ ഇന്ന് മാത്രം 2 പേർ കൊല്ലപ്പെട്ടെന്നും വിവരങ്ങളുണ്ട്. അതേസമയം ഈ US ഇറാൻ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഇന്ന് രാവിലെ ഇറാൻ പൂർണ്ണമായി തള്ളിയിരുന്നു. എന്നാൽ ഇപ്പോൾ ചില അറേബ്യൻ മാധ്യമങ്ങൾ വരുന്ന ചില റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനേയി അമേരിക്കയുടെ ഈ സമാധാന ചർച്ചകൾ അതിന് സമ്മതം മൂളിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളായിട്ടുള്ള BBC, CNN ഒന്നും ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില അറേബ്യൻ മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിവരം പുറത്തുവിട്ടിട്ടുള്ളത് എന്നതാണ് നമുക്ക് എടുത്തു സൂചിപ്പിക്കേണ്ടത്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. മുജ്തബ ഖമനേയി അമേരിക്കയുടെ ഈ സമാധാന ചർച്ചകൾക്ക് കൈകൊടുത്തിട്ടുണ്ട്, അതിനോട് സഹകരിച്ച് അതിൽ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്നാൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ധാരണ എന്ന് പറയുന്നത് മേഖലയിലെ സംഘർഷം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സ്വാഗതം ചെയ്യും എന്നാണ് ഈ
ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി ഈ ഈജിപ്തിനോട് നൽകിയിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇറാനിലെ വിദേശകാര്യ മന്ത്രാലയത്തിലുള്ള ചില മുതിർന്ന ഉദ്യോഗസ്ഥർ അവർ ഈ US നിന്ന് ചില സമാധാന സന്ദേശങ്ങൾ ലഭിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതായി ഈ CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവർ പറയുന്നത് US മധ്യസ്ഥർ വഴി ഇത്തരം ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. ആ സന്ദേശം ഇറാന് ലഭിച്ചതായും ഈ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ CBS ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് US-ന്റെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് അദ്ദേഹം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ഇത്തരം മധ്യസ്ഥ ചർച്ചകൾ സഹകരിക്കാം എന്നുള്ള ഒരു നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും വിവരമുണ്ട്. അതുപോലെ തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും സമാധാന ശ്രമത്തിനായി മുന്നോട്ട് വന്നിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങളുണ്ട്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇത്തരം ചില മാധ്യമ റിപ്പോർട്ടുകളും ചില അഭ്യൂഹങ്ങളും മാത്രമാണ് നിലവിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ സമാധാന ചർച്ചകൾക്ക് ഈ കൈകൊടുക്കുന്നു എന്നുള്ള രീതിയിൽ. അതായത് ഇങ്ങനെ കാര്യങ്ങൾ നീണ്ടുപോയാൽ കൂടുതൽ വലിയ നാശനഷ്ടങ്ങളിലേക്ക്, കടന്നാക്രമണങ്ങളിലേക്ക് ഇറാൻ കടക്കില്ലേ? ഇറാൻ ഡേർട്ടി ബോംബ് പോലെ പ്രയോഗിക്കാൻ തുനിഞ്ഞേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ യുഎസിന് ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്തരമൊരു കടുത്ത ആക്രമണത്തിലേക്ക് ഇറാൻ നീങ്ങുമോ? ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, തിരിച്ചടികൾ എന്തൊക്കെയായിരിക്കും? ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർന്നു എന്നാണ് ട്രംപ് ഏതാനും ദിവസങ്ങളായി അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഇറാന്റെ മിസൈൽ സംവിധാനം അത് വളരെ അഡ്വാൻസ്ഡ് ആണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇസ്രായേലിൻ്റെ തെക്കൻ മേഖലകളിൽ നടന്ന ആക്രമണം. ഇതിനായി ഇറാൻ ഉപയോഗിച്ചത് അവരുടെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 സ്റ്റേജ് ഇന്റർഗലക്റ്റിക്കൽ ബാലിസ്റ്റിക് മിസൈലാണ്. അപ്പോൾ ഇതുൾപ്പെടെ അവർക്ക് നിരവധി മിസൈൽ സംവിധാനങ്ങളുണ്ട്. ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട്, ഈ 2 സ്റ്റേജ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഈ അയൺ ഡോം സംവിധാനത്തെ ഉൾപ്പെടെ വെട്ടിച്ചുകൊണ്ട് അവർ ആക്രമണം നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാന്റെ കൈവശം ഇനിയും ആയുധശേഖരമുണ്ട്. അവർ ഈ ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന് ഇറാന്റെ ഒരു ഭൂപ്രകൃതി തന്നെ ഇത്തരം ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനും ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ, റഡാറുകളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ആക്രമണങ്ങൾ നടത്താനും ഇറാനെ കൂടുതൽ സഹായിക്കുന്നുണ്ട്. ഇവിടെ നിരവധി മലനിരകളും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ബങ്കറുകളും ഉൾപ്പെടെയുള്ള ഒരു പ്രദേശമാണ് ഇവിടെ മലകൾക്കുള്ളിൽ, പാറക്കെട്ടുകൾക്കുള്ളിൽ വെച്ച് ഇത്തരം പരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ ഇറാൻ നടത്തിക്കൊണ്ടു വരുന്നു എന്ന് ഇതിനു മുൻപേ തന്നെ US-നും ഇസ്രായേലിനും ഒക്കെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ലഭിച്ചതാണ്. അപ്പോൾ ഇവിടങ്ങളിൽ ഇത്തരം കേന്ദ്രങ്ങൾ ഇനിയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് പ്രവചിക്കേണ്ടത്. അതുപോലെ തന്നെ US-ന്റെ ഒരു സൈനിക വിന്യാസത്തെ പറ്റി ഇപ്പോൾ പല സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട് പല വിദഗ്ധരും. പ്രധാനമായിട്ടും US-ന്റെ ഒരു സുപ്രധാനമായിട്ടുള്ള വിമാനവാഹിനി കപ്പലായിട്ടുള്ള ജെറാർഡ് ആർ ഫോർഡ് ഇത് ഇറാന്റെ തീരത്ത് വിന്യസിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ജെറാർഡ് ആർ ഫോർഡ് അത് സർവീസിനായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ് US-ന്റെ 5 യുദ്ധ വിമാനങ്ങൾ ഇതും സർവീസിനായി അയച്ചിട്ടുണ്ട് എന്നതാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇറാന്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് ഇറാൻ ആക്രമണത്തോടെ ഈ ജെറാർഡ് ആർ ഫോർഡും പിന്നെ എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലും ഇറാന്റെ തീരത്ത് നിന്ന് പിന്മാറുകയായിരുന്നു എന്ന് ഇറാന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. അതുപോലെ തന്നെ US-ന്റെ ഈ 5 വിമാനങ്ങളും ഇറാൻ തകർത്തതാണ് എന്നും IRGC അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവർ അവകാശപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം US പുറത്തുവിടുന്ന കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം എന്ന് പറയുന്നത് അത് ഫേക്കായിട്ടുള്ള വിവരമാണ്. കൂടുതൽ സൈനികർ തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ സൈനികർ തങ്ങളുടെ കൈവശം ഇപ്പോൾ തടങ്കലിലാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ IRGC പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് നേരത്തെ വലിയ വെല്ലുവിളിച്ച് മുന്നോട്ട് വന്ന അമേരിക്ക, ഇസ്രായേലും ഒക്കെ ഇപ്പോൾ പിന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇറാനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയുമെന്നായിരുന്നു ട്രംപിൻ്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒക്കെ ധാരണയെങ്കിൽ അതൊക്കെ തെറ്റിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇറാൻ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം നടത്തുന്നു. അവരുടെ ഭരണതലവന്മാർ, പല ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ പോലും അതിൽ തോൽവി സമ്മതിക്കാൻ ഇറാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ വെല്ലുവിളിയെ പോലും ഏറ്റെടുത്തുകൊണ്ട് ഇറാൻ പ്രതിരോധം തീർക്കുന്നത്.